എൻ്റെ പേര് ജിൻസി ജോസഫ്. ഞാൻ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഇവിടെ പൊൻകുന്നം തിരുകുടുംബ ദേവാലയ ഇടവക അംഗമാണ്. ഞാൻ ആദ്യം തന്നെ യേശുവിനും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. ഈ അൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് തന്ന ഈ നല്ല അവസരത്തിന് ഞാൻ അമ്മയോട് ഒത്തിരി നന്ദിയോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ കുവൈറ്റ് ജോലി ചെയ്യുന്നു. എൻ്റെ മോന് 21 വയസ്സുണ്ട്. അവൻ BBA ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അവനൊരു വിസ എടുത്തു. വിസ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആ മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോൾ മെഡിക്കൽ അൺഫിറ്റായി. അവിടുന്ന് നമുക്ക് കിട്ടിയൊരു ഇതനുസരിച്ച് ഇനി അവന് കുവൈറ്റിലോട്ട് വിസ എടുക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലോട്ട് എടുക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു. കാരണം എനിക്ക് 2 ആമക്കളാണ്. ഇളയാൾ നഴ്സിംഗ് പഠിക്കുന്നു. അപ്പോൾ ഇവൻ കുവൈറ്റിലെത്തിയാൽ മാത്രമേ എനിക്കൊരു കൈത്താങ്ങുള്ളൂ. കാരണം എനിക്ക് വേറെ ആരുമില്ല. അപ്പം ഞാൻ ഓർത്തു ഇവന് വരാൻ പറ്റത്തില്ലെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ മാനസികമായിട്ട് തകർന്നു പോയി. സാധാരണ ഒരു തകർച്ചയല്ലായിരുന്നു, ഒരു ഡിപ്രഷൻ പോലെ എനിക്കായിപ്പോയി. പെട്ടെന്ന് എനിക്കെല്ലാം അവസാനിച്ചു എന്നുള്ളൊരു ഇതായിപ്പോയി. അത് 2023 എനിക്ക് ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അറിയുന്നവരൊക്കെ ചോദിക്കും, ചേച്ചി എന്താ ചേച്ചി? ഞാൻ രാവിലെ 3 മണിക്കൊക്കെ പ്രാർത്ഥിക്കുന്നത് മിക്കവരും എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ചേച്ചി ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ചേച്ചിക്ക് എന്താ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയും. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടാകുന്നായിരുന്നു. പക്ഷേ ഇവൻ്റെ മെഡിക്കൽ അൺഫിറ്റായപ്പോൾ ഞാൻ മാനസികമായിട്ട് തകർന്നു. എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ ഡിപ്രഷൻ്റെ ഒരു ഇതിലോട്ട് പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എല്ലാവരെയും വിളിച്ചൊരു പ്രാർത്ഥന റിക്വസ്റ്റ് പറഞ്ഞു. കൊച്ചു ആകെ മാനസികമായിട്ട് തകർന്നു. കാരണം ഇവിടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ മാത്രമായിരുന്നു. പിന്നെ എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും പ്രായമായതായിരുന്നു. അപ്പോൾ അവർക്ക് ഇവനെ കൊണ്ടുപോകാനോ പറയുന്ന സ്ഥലങ്ങളിൽ എത്താനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ എൻ്റെ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചേച്ചി കൃപാസനത്തിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പം നമുക്ക് മെഴുകുതിരി ഒന്നുമില്ല. അവിടെ നമ്മുടെ കൃപാസന ഫോളോവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും അവരെനിക്കൊരു കൊന്തയും കാശുരൂപവും ഒക്കെ തന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു മാറ്റവും ഇല്ല. വിസ 3 മാസമേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞു. നമ്മൾ പൈസ കൊടുത്തു വരെ ചെയ്യിക്കാൻ നോക്കി. അത് 1 ലക്ഷം രൂപ വരെ കൊടുത്ത് ചെയ്യിക്കാൻ നോക്കി. നമുക്ക് രണ്ടാമതൊരു ഡേറ്റ് കിട്ടുന്നില്ല. മാനുഷികമായിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വഴികളിലും ഞാൻ പോയി. എനിക്ക് ഒരു ഡേറ്റും രണ്ടാമത് കിട്ടിയില്ല. എൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നു. അപ്പം ഞങ്ങളുടെ ഫോളോവേഴ്സ് ഗ്രൂപ്പിൻ്റെ കൃപാസന ഗ്രൂപ്പിൻ്റെ കുവൈറ്റിൽ വന്ന സമയമായിരുന്നു. ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്താണ്. അപ്പോൾ അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, നീ സിസ്റ്റർ എന്നിട്ട് നാട്ടിൽ ചെന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഞാൻ ഇവിടെ വരാതെ കൊച്ചിനെ വിട്ട് ഉടമ്പടി എടുക്കാമെന്ന് ഓർത്ത് ഹസ്ബൻഡ് ചേട്ടനും വൈഫും മോളും മോനുമായിട്ട് ഇവിടെ വന്നു. പക്ഷേ അവൻ ഉടമ്പടി എടുത്തില്ല. അവൻ ആ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പോൾ ചേച്ചി പക്ഷേ അവന് വേണ്ടി ഉടമ്പടി എടുത്തെങ്കിലും ഞാനും ഓർത്ത് അമ്മയുടെ സ്ഥാനമല്ലേ. അപ്പം ഞാൻ മനുഷ്യമായിട്ട് ചിന്തിച്ചു. പക്ഷേങ്കിൽ എനിക്ക് നടന്നില്ല. അങ്ങനെ ഞാൻ 13-ാം തീയതി ഡിസംബർ 13-ാം തീയതി അവിടുന്ന് ബ്രദേഴ്സ് പറഞ്ഞു, സിസ്റ്ററെ കാശുരൂപം ഇല്ല, സിസ്റ്ററിന് പോയാൽ മെഡിക്കൽ പാസ്സായി കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദറല്ല പറഞ്ഞപ്പോൾ ഞാൻ 13-ാം തീയതി 12-ാം തീയതി കുവൈറ്റിൽ നിന്ന് ഇവിടെ കയറി വരികയും 13-ാം തീയതി രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്ര അത്ഭുതമായിരുന്നു പിന്നീടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും. എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസമേ ഇല്ലായിരുന്നു ഇതിനു മുമ്പൊന്നും. പക്ഷേ ഞാൻ തള്ളിക്കളഞ്ഞെടുത്ത് തന്നെ എനിക്ക് വരേണ്ടി വന്നു. മാതാവ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 13-ാം തീയതി ഉടമ്പടി എടുത്തു. ഒരു 16-ാം തീയതി ആയപ്പം 6 നിയോഗങ്ങളാണ് വെച്ചത്. ഒന്ന് ഫസ്റ്റ് നിയോഗം ഇതും, രണ്ടാമത് അവൻ്റെ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു ഡിഗ്രിയുടെ. അപ്പോൾ വിസ കിട്ടിയാലും ഡിഗ്രി ഇല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തു. അങ്ങനെ അവന് റിസൾട്ട് 20-ാം തീയതി വന്നു. ഒരു 16-ാം തീയതി ആയപ്പോൾ ഇവന് 21-ാം തീയതി മെഡിക്കൽ എടുക്കാനുള്ള ഡേറ്റ് എനിക്ക് എറണാകുളത്ത് തന്നെ കിട്ടി. ഞങ്ങൾ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എല്ലാ സ്ഥലങ്ങളിലും കൊടുത്താണ്. അവസാനം എറണാകുളത്ത് തന്നെ നമുക്ക് 21-ാം തീയതി മെഡിക്കൽ എടുക്കാമെന്ന് പറഞ്ഞു. പ്രീ മെഡിക്കൽ 21-ാം തീയതി എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലും മോൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഉപ്പും പിന്നെ എണ്ണയും പത്രവും ഞാൻ പത്രത്തിൽ പൊതിഞ്ഞ ഡോക്യുമെൻറ്റ്സ് വെച്ചിരുന്നത്. അവിടെ ചെന്ന് കയറുമ്പോഴും പത്രത്തിൽ തന്നെ വെച്ചിരുന്നു. എൻ്റെ വിശ്വാസം അത് കേട്ടോ. എനിക്കത് വിശ്വാസമായിരുന്നു അവിടെ വെച്ച് നടക്കുമെന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മയോട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അമ്മേ, ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മോനുമായിട്ട് ഈ സന്നിധിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് പോകാൻ പറ്റണം. 10-ാം തീയതി വിസ തീരും. എൻ്റെ മുമ്പിൽ ഇനി ഇത്രയും ദിവസം മാത്രമേ ഉള്ളൂ. 22-ാം തീയതി എന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റ് ഡേറ്റാണ്. അവൾ അന്ന് എടുത്തില്ലെങ്കിൽ ഇമിഗ്രേഷൻ ചെയ്ത് കിട്ടില്ല.
അപ്പോൾ എനിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞിട്ടാണ് പോയത്. അമ്മ അന്ന് തൊട്ട് എല്ലാം കൃത്യമായിട്ട് ഞാൻ പോലും അറിയാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു. എനിക്ക് ആ 21-ാം തീയതി പ്രീ മെഡിക്കലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ ആ മെഡിക്കൽ സെൻ്ററിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി കയറി. അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റി എന്നെ അകത്തോട്ട് കയറ്റി വിട്ടില്ല, മോനെ മാത്രം അകത്ത് കയറ്റി വിട്ടു. അപ്പോൾ ഞാൻ വെളിയിലുമായി. ഞാൻ അവിടെ നിന്നുകൊണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, വിശ്വാസപ്രമാണം എത്രയും മാതാവ് 7 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവൻ പ്രീ മെഡിക്കൽ പാസ്സായിട്ട് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് മെഡിക്കൽ 22-ാം തീയതി പറഞ്ഞു. ഞങ്ങൾ പോയി. അന്ന് അവിടെ ചെല്ലുമ്പോൾ എനിക്കറിയില്ല, മാതാവ് അവിടെ ഉണ്ടായിരുന്നതിന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവിടെ സെക്യൂരിറ്റി പോലും ഇല്ല, ഒരു തിരക്കും ഒന്നുമില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് കയറി ചെന്നു. അവിടെ ആരുമില്ല. മോൻ ചെന്നു, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ എടുത്തു. വൈകിട്ടായപ്പോൾ റിപ്പോർട്ട് വന്നു. ദൈവകൃപയാൽ ഞാൻ എൻ്റെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. 10-ാം തീയതിയാണ് വിസ തീരുന്നത്. 5-ാം തീയതി ഞാനും എൻ്റെ മോനും കുവൈറ്റിലോട്ട് പോകാനുള്ള ടിക്കറ്റ് ഇന്നലെ ഞങ്ങൾ എടുത്തു. മോൻ്റെ റിസൾട്ട് വന്നു. മോനും നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. അവന് അതിന് മുമ്പ് സപ്ലി ഉണ്ടായിരുന്നു, അതവന് കിട്ടുന്നേ ഇല്ലായിരുന്നു. 2 എഴുതിയിട്ടും കിട്ടിയില്ല. അപ്പം ഞാൻ 2ാമത്തെ ഉടമ്പടി വെച്ചത് അവന് ആ സപ്ലിയും കൂടെ കിട്ടണം. കാരണം വേറെ അവന് ഡിഗ്രി ഇല്ല, നമ്മളവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ എടുത്തു, നമുക്ക് എന്തായാലും ഇത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 2ാമത്തെ ഉടമ്പടി എനിക്ക് ദൈവം സഹായിച്ചു വന്നു. നിങ്ങൾ ഓർക്കണം, ഞാൻ 13-ാം തീയതി ഉടമ്പടി എടുത്തു. എനിക്ക് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ അതിനൊരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ എന്നെ അമ്മ യോഗ്യയുള്ളവരാക്കി ഇവിടെ നിർത്തി. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം കൃപാസനത്തെപ്പറ്റി ഞാൻ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓടിച്ചു വിടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് അമ്മയോട് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ മെഡിക്കൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുത്തുകയും ഇത്രയും ഒത്തിരി അടുത്ത് ഞാൻ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അവസാനം ഈ കൃപാസനത്തിൽ തന്നെ വന്ന് എനിക്ക് ആ ഉടമ്പടി പാസ്സാകാനായിട്ട് ദൈവം ഇടവരുത്തി. ഞാൻ ദൈവത്തോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ കർത്താവിൽ മാത്രം വിശ്വസിക്കുകയും മധ്യസ്ഥന്മാരൊന്നും വേണ്ട എന്നുള്ള ചിന്താഗതി ജീവിക്കുകയും വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കർത്താവിനോട് ഭയങ്കര അടുപ്പമാണ്. പക്ഷേ ഞാൻ വേറെ ഒരു മധ്യസ്ഥതയ്ക്കും പോകാറില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഏറ്റവും വലിയ സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുന്ന കാരണം എനിക്ക് 2 മക്കളാണ്. എനിക്ക് അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് സുഖമില്ലാഴികയുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും എന്തോ സംഭവിച്ചാൽ മക്കൾക്ക് കാര്യമില്ലല്ലോ എന്നുള്ളൊരു വേദനയായിരുന്നു എനിക്കിപ്പോൾ. എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും അമ്മ എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് അതിൽ വിശ്വസിക്കുന്നു. എൻ്റെ മോനാണ് ഒട്ടും വിശ്വാസമില്ലായിരുന്നു ആദ്യമൊന്നും പറഞ്ഞപ്പോൾ. ഇപ്പോൾ അവൻ എൻ്റെ കൂട്ടത്തിലെ എല്ലാ കാര്യത്തിനും എന്നെക്കാട്ടി മുമ്പേ മെഴുകുതിരി കത്തിക്കുകയും എൻ്റെ കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണ്. ഞങ്ങളിപ്പോൾ നേരത്തെ ഇത്രയും കൃത്യമായിട്ട് പള്ളി കുർബാനയ്ക്കൊന്നും കൃത്യമായിട്ട് പോകത്തില്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ എല്ലാ കുർബാനയ്ക്കും എല്ലാ ഞായറാഴ്ചകളിലും കുർബാന പങ്കെടുക്കുകയും രോഗികളെ കാണാൻ പോവുകയൊക്കെ ചെയ്തു. ഞാൻ പിന്നെ 13-ാം തീയതി വന്നിട്ട് ഇന്ന് ഇത്രയും ദിവസമേ ആയുള്ളൂ. എന്നെക്കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. ദൈവം എന്നെ അനുവദിച്ചാലും കുവൈറ്റിൽ ചെന്നിട്ട് ബാക്കി ഞാൻ അവിടെ എല്ലാ പ്രേക്ഷിത ജോലി എൻ്റെ മാതാവിനെ എവിടെയൊക്കെ എത്തിക്കാവോ, ഈ ലോകമെമ്പാടും എവിടെയൊക്കെ എത്തിക്കാവോ അവിടെ എല്ലാം ഞാൻ എൻ്റെ അമ്മേനെ ഞാൻ എത്തിക്കും. കാരണം ഈ ഒരു സാക്ഷ്യം, എൻ്റെ ഈ സാക്ഷ്യം ഞാൻ അനേകരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഒരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യം ലോകമെമ്പാടും വരുമ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന, പരീക്ഷയിലൊക്കെ ബുദ്ധിമുട്ടുന്നവർ മാതാവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഇതുപോലെ പാസ്സായി കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ആവേ ആവേ ആവേ